അന്ന് നെയ്യാറ്റിൻകരയിൽ ഒരു തെരഞ്ഞെടുപ്പിൽ അന്ന് ബൈ ഇലക്ഷനിൽ ഉമ്മൻചാണ്ടി പറയുന്നു അവിടെ മത്സരം കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണെന്ന് പറയുന്നു. വലിയ പുകലുണ്ടാകുന്നു. വലിയ പുകൽ എന്ന് പറഞ്ഞാൽ വലിയ പുകലില്ലാത്ത ശക്തി ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞാൽ അതിരൂക്ഷമായ വിമർശനം LDF CPM കേന്ദ്രങ്ങൾ ഉമ്മൻചാണ്ടിക്കെതിരെ നടത്തിയതാണ്. ഏറ്റവും ഒടുവിൽ TN പ്രതാപൻ തൃശ്ശൂരിൽ മത്സരം ബി ജെ പിയുമായിട്ടാണ്. പക്ഷേ ദേശീയ തലത്തിലെ സാഹചര്യമായിട്ട് പോലും TN പ്രതാപനെതിരെ വലിയ വിമർശനം ഉണ്ടായി. ഇപ്പോൾ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറയുകയാണ് കേരളത്തിൽ മത്സരം LDF-ഉം UDF-ഉം തന്നെയാണ്, BJP ദയനീയമായി പരാജയപ്പെടും. അതാണ് ഇടതുപക്ഷ രാഷ്ട്രീയം. ആ ഇടതു രാഷ്ട്രീയം എന്തുകൊണ്ടാണ് ഇപിക്ക് പല കാലങ്ങളിൽ പലപ്പോഴും മനസ്സിലാവാതെ പോകുന്നത്? ശ്രീ SK സതീഷ്, അല്ല, ഒരു കാര്യം ദീപ്തി നേരത്തെ ഉന്നയിച്ച ചില കാര്യങ്ങൾ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ആ ചോദ്യത്തിന് മറുപടി പറയണം. ഒന്ന്, അവരിപ്പോൾ കഴിഞ്ഞ ഘട്ടത്തിൽ മറുപടി പറയുമ്പോൾ CPM-ൻ്റെയും മറ്റു പാർട്ടികളുടെയും എല്ലാം ആളുകൾ BJP-യിലേക്ക് പോയിട്ടുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. മറ്റു പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ BJP-യിലേക്ക് പോയിട്ടുണ്ടാകാം. അതെല്ലാം ആ പ്രസ്ഥാനത്തിന് പുറത്താക്കിയവരോ മറ്റോ ആണ്. പരിശോധിച്ചാൽ അതറിയാൻ വേണ്ടി കഴിയും. ഇപ്പോൾ അൽഫോൺസ് കണ്ണന്താനത്തിൻ്റെ പേരൊക്കെ പറയുന്നു. അദ്ദേഹമൊന്നും CPIM-ൻ്റെ മെമ്പർഷിപ്പിൽ, പ്രാഥമിക മെമ്പർഷിപ്പിൽ പോലും വരാത്ത ആളാണ് എന്നുള്ള കാര്യം ആർക്കും അറിയാവുന്നതാണ്. അത്തരത്തിലുള്ള ആളുകളൊക്കെ പോവുകയോ വരികയോ ചെയ്യുന്നതല്ല ഇവിടെ നമ്മൾ കാണേണ്ടത്. നേരത്തെ അവർ ചില മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞു, ത്രിപുരയെക്കുറിച്ചൊക്കെ പറഞ്ഞു. ആരാണിപ്പോൾ ത്രിപുരയിലെ മുഖ്യമന്ത്രി? മണിക് സാഹ സർക്കാരായിരുന്നു CPIM-ൻ്റെ മുഖ്യമന്ത്രി. ഇപ്പോൾ ത്രിപുരയിലെ മുഖ്യമന്ത്രിയുടെ പേര് മണി സ്വാഹ എന്നാണ്. അദ്ദേഹം കോൺഗ്രസിൻ്റെ പഴയ പ്രതിപക്ഷ നേതാവായിരുന്നു. ഇന്ന് CAA രാജ്യത്ത് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിന് ഏറ്റവും ശക്തമായ പിന്തുണ നൽകുകയും അടിച്ചമർത്താൻ വേണ്ടി നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന അസമിലെ മുഖ്യമന്ത്രി ഹേമന്ത് വിശ്വ ശർമ്മ ആരാണ്? അദ്ദേഹം പഴയ കോൺഗ്രസിൻ്റെ അവിടുത്തെ പ്രതിപക്ഷ നേതാവാണ്. മണിപ്പൂരിലെ കലാപത്തിൻ്റെ ഭാഗമായി കലാപം ആളിക്കത്തിക്കുകയും അതോടൊപ്പം അവിടെ ഇരകളാക്കപ്പെടുന്ന ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ സഹായിക്കാതിരിക്കുകയും ചെയ്യുന്ന നിലപാട് സ്വീകരിക്കുന്ന, അവരോടൊരു ചർച്ചയ്ക്ക് പോലും തയ്യാറല്ല എന്ന് നിലപാട് സ്വീകരിക്കുന്ന മണിപ്പൂരിലെ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് ആര പഴയ കോൺഗ്രസിൻ്റെ അവിടുത്തെ പ്രതിപക്ഷ നേതാവായിരുന്നില്ലേ? ഇങ്ങനെ എവിടെ പരിശോധിച്ചാലും രാജ്യത്ത് സംഘപരിവാരത്തിൻ്റെ അജണ്ട നടപ്പിലാക്കി കൊടുക്കുന്ന ഏറ്റവും ശക്തരായ വക്താക്കളായി ഈ പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രിമാർ പഴയ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ് എന്ന് കാണാൻ വേണ്ടി കഴിയും. എന്തുകൊണ്ടാണ് എന്ന ചോദ്യമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. കുറുക്കു വഴികളിലൂടെ ഉത്തരമല്ല. എന്തുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് പോകുന്നു? അതിന് വ്യക്തമായ കാരണമുണ്ട്. നമ്മൾ കാണേണ്ടത്, ഇപ്പോൾ ഡെമോക്രാറ്റിക് ഇലക്ഷൻ വാച്ച് നേരത്തെ നടത്തിയ ഒരു കണക്ക് പ്രകാരം പറയുന്നത് ഇന്ത്യയിലെ 36.5% കോൺഗ്രസിൻ്റെ MP-മാരും MLA-മാരും BJP-യിലേക്ക് പോയി എന്നാണ്. അതുപോലെ തന്നെ 20% കാൻഡിഡേറ്റും. ഇങ്ങനെ പോയി? ഇനിയിപ്പോൾ മറ്റെല്ലാ പാർട്ടിയിൽ നിന്നും പോവുകയാണ് എന്ന് കോൺഗ്രസ് വാദിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ഇങ്ങനെ മാറ്റമുണ്ടായ കക്ഷി എന്ന് പറയുന്നത് BSP ആണ്. അത് 5% മാത്രമാണ്. ബാക്കി എല്ലാ പാർട്ടികളും ശതമാനത്തിൽ 1% അതിൻ്റെ താഴെയൊക്കെയാണ് മറ്റു പാർട്ടികളിലേക്കുള്ള ഒഴുക്ക് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് 36.5% കോൺഗ്രസ് നിൽക്കുന്നു? അതല്ലേ കോൺഗ്രസ് പരിശോധിക്കേണ്ടത്. ആ പരിശോധന നടത്തുമ്പോൾ കിട്ടുന്ന ഉത്തരം എന്താണ്? കോൺഗ്രസിൻ്റെയും BJP-യുടെയും നയങ്ങൾ തമ്മിൽ വ്യത്യാസമില്ല എന്നുള്ളതുകൊണ്ടാണ് ആർക്കും എപ്പോഴും കോൺഗ്രസ് ആവാമെന്നുള്ള പ്രശ്നം വരുന്നത്. അതാണിപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നേതാവായിട്ടുള്ള ശ്രീ കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ ദിവസം ഇപ്പോൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. BJP-യെ പോലെ തന്നെ മൃദു ഹിന്ദുത്വ സമീപനം കോൺഗ്രസും പല ഘട്ടത്തിലും സ്വീകരിക്കുന്നുണ്ട്. അതായത് ലീഗിന് പോലും അത് തുറന്നു പറയേണ്ട സാഹചര്യം വരുന്നു. ഇത് പല ഘട്ടങ്ങളിലായി നമ്മുടെ രാജ്യത്ത് കണ്ടിട്ടുള്ളതാണ്. അത് ബാബറി മസ്ജിദ് വിഷയത്തിലായാലും CAA വിഷയം ഉൾപ്പെടെ വന്നപ്പോൾ അതിനകത്ത് പാർലമെൻറ്റിൽ ശബ്ദമുയർത്തുന്ന വിഷയത്തിലായാലും മുത്തലാഖ് വിഷയം ഉൾപ്പെടെ വന്നതായാലും ഇങ്ങനെ രാജ്യത്ത് പല വിഷയങ്ങൾ, ഏകീകൃത സിവിൽ കോഡ്, ഇങ്ങനെയുള്ള പല വിഷയങ്ങളും പ്രതികരിക്കാവുന്നതായാലും കാശ്മീരിൻ്റെ വിഷയത്തിൽ പാർലമെൻറ്റിൽ ശബ്ദിക്കാതിരുന്നതായാലും എല്ലാം കോൺഗ്രസ് സ്വീകരിക്കുന്ന ഈ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ്. പിന്നെ അതോടൊപ്പം തന്നെ സാമ്പത്തിക നയവും വളരെ പ്രധാനപ്പെട്ടതാണ്. രാജ്യത്ത് പ്രതിരോധിക്കേണ്ടത് CPM ആണെന്നാണ് സതീഷ് പറയുന്നത്. ആ കണക്ക് നിങ്ങൾക്കും ബാധകമാണ്. 2004-ൽ 43 സീറ്റിൽ നിന്നും 2019-ൽ 3 സീറ്റിലേക്ക് ചുരുങ്ങിയ ഒരു CPM ആണോ മോദിയുടെ ഫാസിസ്റ്റ് സർക്കാരിനെ പ്രതിരോധിക്കാൻ പോകുന്നത്? അതെ, ഹാഷ്മി ഇടപെട്ടപ്പോൾ അതിലും ഒരു ഉത്തരത്തിന് വകയുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ മറ്റു കാര്യത്തിലൊന്നും കടക്കുന്നില്ല. 2004-ലേക്ക് ഹാഷ്മി പോയി. 2004-ലെ സാഹചര്യം തന്നെ നമുക്ക് പരിശോധിക്കാം. 2004-ൽ ഇതുപോലെ തന്നെ രാജ്യത്ത് BJP അധികാരത്തിൽ വരും, അതായിരുന്നു ഭീഷണി. ആ ഭീഷണിയെ പ്രതിരോധിക്കാൻ കേരളം എന്താണ് ശരിയായ നിലപാട് സ്വീകരിച്ചു? എങ്ങനെയായിരുന്നു? അതായത് കേരളത്തിൽ വൻതോതിൽ ഇടതുപക്ഷത്തെ 18 സീറ്റിലും ഇടതുപക്ഷത്തെ വിജയിപ്പിച്ചു. എന്തായിരുന്നു അതിൻ്റെ റിസൾട്ടായി പാർലമെൻറ്റിലുണ്ടായത്? ആ ഘട്ടത്തിൽ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ഏതാണ്ട് 69ഓളം ബില്ലുകളായിരുന്നു. വൈദ്യുതി സ്വകാര്യവൽക്കരണം, LIC,
അതുപോലെ തന്നെ SBI മറ്റ് സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണ നയത്തിൻ്റെ ശക്തമായ നടപ്പിലാക്കൽ, പിന്നെ കാർഷിക മേഖലയെ തകർക്കുന്ന ബില്ലുകൾ, തൊഴിലാളികൾക്കെതിരായിട്ടുള്ള ബില്ലുകൾ, ഇതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. 69ഓളം ബില്ലുകൾ. ഈ ബില്ലുകളൊന്നും നടപ്പിലാക്കാൻ വേണ്ടി സമ്മതിച്ചില്ല. പൊതു മിനിമം പരിപാടിയിലൂന്നി മുന്നോട്ട് പോയി. അതിൻ്റെ ഭാഗമായി ആദ്യത്തെ അജണ്ടയായി തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നു. രണ്ട് കാര്യത്തിൽ, അതാണ് ഞാൻ പറഞ്ഞു വന്നത്, സാമ്പത്തിക നയത്തിന്റെ കാര്യത്തിൽ ഇന്ന് BJP 43 സീറ്റിൽ നിന്ന് 3 സീറ്റിലേക്ക് കൂപ്പുകുത്തിയ നിങ്ങളാണോ സജീഷ് ഡൽഹിയിൽ പോയി നരേന്ദ്രമോദി സർക്കാരിനെ പ്രതിരോധിക്കാൻ പോകുന്നത്? പറയട്ടെ ഹാഷ്മി, ഒരു കാര്യം ഞാൻ അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. ഞാൻ പറയുമ്പോൾ ഹാഷ്മിക്ക് ചില പ്രയാസങ്ങളുണ്ടെങ്കിൽ ഹാഷ്മി സഹിക്കുക. ഞാൻ കൃത്യമായി തന്നെയാണ് പറയുന്നത്. അതായത് ഈ തൊഴിലാളി വിരുദ്ധമായ, കർഷക വിരുദ്ധമായ BJPയും കോൺഗ്രസും തുടരുന്ന നയങ്ങൾ ഇതെല്ലാം ഫ്രീസറിൽ വെച്ചിരിക്കുകയായിരുന്നു 10 വർഷം മുമ്പ്. ഫ്രീസറിൽ കോൺഗ്രസിനെ പ്രവർത്തിക്കാൻ അനുവദിക്കാതെ ഈ നയങ്ങൾ, ജനവിരുദ്ധമായ നയങ്ങൾ ഫ്രീസറിൽ വെച്ചത് BJP അധികാരത്തിൽ വന്നപ്പോഴാണ് നടപ്പിലാക്കുന്നത്. BJPയുടെ ഏതെങ്കിലും ഒരു നയം, സാമ്പത്തിക നയം കോൺഗ്രസ് എതിർത്തിട്ടുണ്ടോ? ഇന്ത്യൻ പാർലമെന്റിൽ ഒന്നും എതിർത്തിട്ടില്ല. എല്ലാം അവരുടെ നയങ്ങളായിരുന്നു. അത് നമ്മൾ കണ്ട കാഴ്ചയാണ്. അതിനെ പാർലമെന്റിനകത്തും പുറത്തും പ്രതിരോധിച്ച ഇടതുപക്ഷമാണ്. ഇടതുപക്ഷത്തിന് പാർലമെന്റിൽ ശക്തി കൂടുമ്പോഴാണ് ഈ നയങ്ങളെ പ്രതിരോധിക്കാനുള്ള കരുത്ത് കൂടുന്നത്. അത് ഉദാഹരണമായി എടുത്ത 2004 തെളിയിച്ചിട്ടുള്ളതാണ്. അത് തന്നെയാണ്. സർ, 1980 37 സീറ്റ്, 84 22 സീറ്റ്, 89 33 സീറ്റ്, 91 35 സീറ്റ്, 96 32, 98 32, 99 33, 2004 ഏറ്റവും ടോപ്പ് 43 നിന്ന് പിന്നെ 16ലേക്ക് 9ലേക്ക് 3ലേക്ക് ക്രമാനുഗതമായി കൂപ്പുകുത്തുന്ന പാർട്ടിയാണ്. ശരി, കോൺഗ്രസിനെ നിങ്ങൾ കുറ്റം പറയൂ, അതിനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്, അത് രാഷ്ട്രീയമാണ്. പക്ഷെ അതൊരു ബദല് പറയണ്ടേ? അങ്ങനെ ക്രമാനുഗതമായി കൂപ്പുകുത്തി 3ലേക്ക് എത്തി നിൽക്കുന്ന നിങ്ങളാണോ? ഇപ്പൊ NP ജയരാജൻ പറയുകയാണ് ഇടതുപക്ഷ പരാജയം, CPM ഇവിടെ ക്ഷീണിച്ചാൽ അത് മോദിയുടെ ഫാസിസത്തിന് വലിയ ഉയർച്ച ഉണ്ടാകുമെന്ന്. കണക്കുകൂടി വേണ്ടേ സർ? ഇലക്ഷൻ രാഷ്ട്രീയത്തിൽ പ്രത്യയശാസ്ത്രം മാത്രമല്ലോ, സീറ്റ് പ്രധാനമല്ല. ഉദാഹരണം ഞാൻ പറയാം. ഈ കണക്കിൽ താങ്കൾ ചോദ്യം ചോദിച്ചല്ലോ, കണക്കും പ്രതിരോധത്തിന്റെ കണക്കും ഞാൻ പറയാം. അതിൻ്റെ ഇടയിൽ താങ്കൾ ഇടപെടുന്നത് 2-3 വാചകങ്ങൾ എനിക്ക് കൃത്യമായി പറയണം. ഒന്ന്, രാഷ്ട്രീയത്തിനകത്ത് ഇടതുപക്ഷത്തെ എന്തുകൊണ്ടാണ് രാജ്യത്ത് എല്ലാവരും ചേർന്ന്, ഇവിടെയുള്ള കോർപ്പറേറ്റുകളും ശക്തികളും എല്ലാം ചേർന്നുകൊണ്ട് പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത് എന്തുകൊണ്ടാണ് എല്ലായിടത്തും മഴവിൽ മഹാസഖ്യങ്ങൾ ഉണ്ടായതിൻ്റെ കാരണം കോൺഗ്രസും BJPയും തുടരുന്ന കോർപ്പറേറ്റ് അനുകൂല നയങ്ങൾ, കർഷകർക്കും തൊഴിലാളികൾക്കും സാധാരണ ജനങ്ങൾക്കെതിരായിട്ടുള്ള നവോദാരവൽക്കരണ നയങ്ങൾ, അതിനെതിരായി പോരാടാൻ ഇടതുപക്ഷവും CPMഉം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും, അതിൽ വലിയ പങ്ക് മാധ്യമങ്ങൾ വഹിച്ചു. ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ശക്തമായ പ്രചാരണം നടത്തിക്കൊണ്ട് സീറ്റ് കുറച്ചു. പക്ഷേ ഇപ്പോൾ ഈ രാജ്യത്ത് കാണുന്ന ഒരു കാഴ്ചയുണ്ട്. കർഷകരും തൊഴിലാളികളും നയിക്കുന്ന മോദിക്കെതിരായിട്ടുള്ള ജനവികാരമുയരുന്ന സമരങ്ങളുടെ മുന്നിലും പിന്നിലും അതിൻ്റെ നടത്തിപ്പുകാരായും മാതൃകാപരമായി പോരാട്ടത്തിൻ്റെ വേദിയിൽ ആളുകളെ സംഘടിപ്പിക്കുന്നത് ഇടതുപക്ഷമാണ്, കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് രാഷ്ട്രീയം അറിയുന്ന ആളുകൾക്കറിയാം. പിന്നെ താങ്കൾ ചോദിച്ചില്ല, എണ്ണം കുറയുന്നതോ കൂടുന്നതല്ല. കോൺഗ്രസിൻ്റെത് നമുക്കറിയാം. അന്ന് താങ്കൾ പറഞ്ഞ 2004 44 ഇപ്പൊ കോൺഗ്രസ് രാഷ്ട്രീയമാണ് പ്രധാനം, സീറ്റ് പ്രധാനമല്ല എന്ന് താങ്കൾ പറയുന്നത് അത് വ്യക്തമായി പറഞ്ഞു. പക്ഷേ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ നിൽക്കുകയാണെങ്കിൽ മോദിയുടെ ഫാസിസത്തെ ചെറുക്കാനാണെന്ന് പറയുകയാണെങ്കിൽ അതിൽ സീറ്റ് എണ്ണം കൂടണമെന്നേ. ഇങ്ങനെ പറയരുത്. അല്ല, പറയട്ടെ ആഷ്മി പറയട്ടെ. സീറ്റ് തന്നെ വർദ്ധിപ്പിക്കുന്നു. സീറ്റ് വർദ്ധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ആ 2004 പോലെ വർഗീയതയെ തടയാനും ഈ നയങ്ങളെ തടയാനും കഴിയുന്ന കരുത്തുറ്റ ആളുകളായി BJPയെ തോൽപ്പിക്കാനുള്ള ഏറ്റവും കരുത്തുറ്റ ശക്തിയായി ഇന്ത്യൻ പാർലമെന്റിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഉണ്ടാകും. അതുപോലെ ജനാധിപത്യ പാർട്ടികൾ ഓരോ സംസ്ഥാനങ്ങളിലായി ജയിച്ചു വരും. അവരെല്ലാവരും ചേർന്ന് BJPയെ പരാജയപ്പെടുത്തും. അതിലൊരു പങ്ക് വഹിക്കാൻ തയ്യാറാകാതെ BJPയിലേക്ക് ഒഴുകുന്ന കോൺഗ്രസ് ആണ് ഇവിടുത്തെ പ്രശ്നം. അവർ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കൂ. MLA-മാരും MP-മാരും പാർലമെന്റിലേക്കും നിയമസഭയിലേക്കുമാണ് പോകേണ്ടത്. തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർ റിസോർട്ടിലേക്കല്ല പോകേണ്ടത്. ആ രാഷ്ട്രീയത്തെ സ്വയം തിരുത്താൻ വേണ്ടി തയ്യാറാകണം. മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി, തടയാൻ വേണ്ടി ശ്രമിച്ച ദേശീയ ജനറൽ സെക്രട്ടറി അജയ് കപൂർ ഇപ്പൊ BJPയിലേക്ക് പോയിരിക്കുന്നു. ഒരു 5-അംഗ കമ്മീഷന്റെ ചെയർമാൻ ഇപ്പൊ BJPയിലേക്ക് പോയിരിക്കുന്നു. അജിത് കപൂർ, അജയ് കപൂർ. ഇതല്ലേ നമ്മുടെ രാജ്യത്ത് കാണുന്ന കാഴ്ച? ഈ കോൺഗ്രസിനെ വിശ്വസിക്കണമെന്നാണോ? സജീഷേ, ശരിയാണ്. കോൺഗ്രസിൽ നിന്ന് ഒരുപാട് പേര് ഞങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല, സമാജ്വാദി പാർട്ടിയിൽ നിന്ന്, BSP നിന്ന്, എല്ലാത്തിൽ നിന്നും വന്നിട്ടുണ്ട്. പക്ഷെ ഇതിനെക്കുറിച്ചിട്ട് പറയാൻ ഒട്ടും അർഹതയില്ലാത്തൊരു പാർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് CPM ആണ്. കാരണം ഭരണം നഷ്ടപ്പെട്ടിട്ടുള്ള സംസ്ഥാനങ്ങളിൽ, ഇപ്പോൾ ഉദാഹരണം പറയാം,
2018 ത്രിപുരയിൽ മത്സരിക്കുന്ന സമയത്ത് ഇലക്ഷനിൽ നിങ്ങൾ തോറ്റെങ്കിലും 42% വോട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് അവിടെ വെറും 17% വോട്ടാണ്. നിങ്ങൾക്ക് വെസ്റ്റ് ബംഗാളിൽ 35 വർഷം ഭരിച്ച സ്ഥലത്ത് ഇന്ന് നിങ്ങൾക്കുള്ളത് വെറും 7% വോട്ടാണ്. നിങ്ങളെക്കാൾ ഇരട്ടി വോട്ട് ശതമാനമുള്ള പാർട്ടിയാണ് കേരളത്തിലെ BJP എന്ന് പറയുന്നത്. അപ്പോ അല്ലല്ല, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, കോൺഗ്രസിന് തെരഞ്ഞെടുപ്പിലേക്ക് വന്നു കഴിയുമ്പോ പാർട്ടിയും ഇല്ല, പാർട്ടി ഒരു ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് അവിടെ നടക്കാൻ സമ്മതിക്കുന്നുണ്ടോ? ആക്രമണത്തിലൂടെ ആളുകളെ കൊന്ന് കീഴ്പ്പെടുത്തിയല്ലേ മുന്നോട്ട് പോകുന്നത്? ഒരു പ്രസ്ഥാനങ്ങളും ഇല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വെസ്റ്റ് ബംഗാളിലെ നിങ്ങളുടെ പാർട്ടി ഓഫീസ് ഉൾപ്പെടെയാണ് BJPയിലേക്ക് വന്നത്. ത്രിപുരയിലെ 42% വോട്ട് 5 വർഷം മുമ്പ് ഉണ്ടായിരുന്ന പാർട്ടിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ 5 വർഷം കൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് അതാണ് CPM. നിങ്ങൾക്ക് കേരളത്തില് അധികാരം നഷ്ടപ്പെട്ട് നോക്കിക്കഴിഞ്ഞാല് കേരളത്തിൽ നിങ്ങളുണ്ടാവില്ലാതെ ഒരു സംശയം ഉണ്ടാവില്ല ആ കാര്യത്തില്. 1 or 2 തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങളൊന്ന് തോറ്റു നോക്കട്ടെ. നിങ്ങൾ ഈ ബംഗാളിലെയും ത്രിപുരയിലെയും അതേ അവസ്ഥയിലേക്ക് തന്നെ വരും. നിങ്ങൾ ഈ കോൺഗ്രസിനെ നോക്കി പരിഹസിക്കുന്നത് നല്ലത് തന്നെയാണ്, ഞങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല. പക്ഷെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം, 2 കാലിലും മന്ദം വെച്ചുകൊണ്ടാണ് നിങ്ങൾ 1 കാലിലും മന്ദമുള്ള കോൺഗ്രസിനെ നോക്കി പരിഹസിക്കുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത് എന്ന് മാത്രം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത്രയും ഗതികെട്ട അടിത്തറയുള്ള ഒരു പാർട്ടി CPM അല്ലാതെ ഇന്ത്യയിൽ മറ്റൊന്നും ഉണ്ടാവില്ല സജീഷേ.